Good morning. Welcome to the +1 politics class. പൊളിറ്റിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളാണ്. 6 അവകാശങ്ങളാണുള്ളത് നമ്മൾ പറഞ്ഞു. There are 6 fundamental rights in part 3 of our constitution, from article 12 to 32. നമ്മൾ കഴിഞ്ഞ മൊത്തം 6 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആർട്ടിക്കിൾ 14 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. In this class we have discussing fundamental rights from article 23 to 32. മൂന്നാമത്തെ അവകാശമായ റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മുതൽ അവസാനത്തെ അവകാശം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം അല്ലെങ്കിൽ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 23 ആൻഡ് 24 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് യൂട്ടിലൈസേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫോർ വൺസ് ഓൺ എൻഡ്സ്. മറ്റൊരാളെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അയാളുടെ ഇഷ്ടമില്ലാതെ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ചൂഷണം. ഇത് പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അസാൻമാർഗിക ചെയ്തികളെയും അടിമപ്പണികളെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും ഇത് നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ 23-ാം വകുപ്പ് അസാൻമാർഗിക ചെയ്തികളെയും അടിമപ്പണിയെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും യാചന പോലുള്ള നിർബന്ധിത തൊഴിലുകൾ ചെയ്ത് ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പീഡനം അതേപോലെ ഒക്കെ നിരോധിച്ചുകൊണ്ട് അവരെ ഇമ്മോറലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഇതിനുവേണ്ടി 1986 ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വുമൻസ് ആൻഡ് ഗേൾസ് ആക്ട് ഇൻ 1956. ആർട്ടിക്കിൾ 23 says that it prohibits the traffic in human beings and beggar and other similar forms of forced labor. Traffic in human beings prohibits the traffic in women for immoral purposes. Utilization of women and girls for immoral activities is an offense under the Suppression of Immoral Traffic in Women and Girls Act 1956. Beggar means asking a person to do a work against his will and that on the basis of non-payment. It is a kind of involuntary servitude. It is also include slavery. അപ്പോൾ ആർട്ടിക്കിൾ 23 അനുസരിച്ച് അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾക്ക്, യാചന, അതേപോലെ അടിമപ്പണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തികളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സംരക്ഷണമാണ് ആർട്ടിക്കിൾ 23 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 24 പരിശോധിച്ചാൽ ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽശാലകളിൽ അപകടകരമായ തൊഴിൽ മേഖലകളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 24 prohibits the employment of children below the age of 14 to working in any factory or mine or in any other hazardous employment. This has been provided to protect the health of future citizens and also on the ground of humanity. ഈ ഒരു അവകാശം ഉണ്ടാവാനുള്ള കാരണം കുട്ടികൾ ജോലി ചെയ്യേണ്ടവരല്ല, അവർ സ്വതന്ത്രമായി സമ്മർദ്ദങ്ങളില്ലാതെ പഠിച്ച് വളരേണ്ടവരാണ് എന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 23-യും 24 നമ്മൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കണം.
ഉദാഹരണങ്ങൾ സഹിതം ചിലപ്പോൾ ചോദിച്ചേക്കാം. പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കുന്നത് ബാലൻ ദ 10-year-old ബോയ് വർക്കിംഗ് ഇൻ ആൻ ഹോട്ടൽ വിത്തൗട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോവാതെ 10 വയസ്സായ ബാലൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഏത് അവകാശമാണ്? വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് വയലേറ്റഡ് ഹിയർ എന്ന ചോദ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്കൂളിൽ പോകാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എഴുതി വെക്കാൻ സാധ്യതയുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്, സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും അതേപോലെ സംസ്കാരത്തിനുമുള്ള അവകാശം എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. പക്ഷേ അവിടെ ശരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24 ആണ്. 24-ലെ ആർട്ടിക്കിൾ ആണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ 25-ലേക്കാണ് പോകുന്നത്. 25 4th ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് 25 വരുന്നത്. എന്താണ് 4th ഫണ്ടമെൻ്റൽ റൈറ്റ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു സെക്കുലറിസ്റ്റ് രാജ്യമാണ്. സെക്കുലറിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്. എന്താണ് മതേതരത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം എന്ന് നമുക്ക് ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗത്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്നത്. 25, 26, 27, 28 ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് 25 എന്താണ് പറയുന്നത് ഒന്ന് നോക്കാം. ഫ്രീഡം ഓഫ് കൺസൈസൻസ് ആൻഡ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. 25-ാം വകുപ്പ് പറയുന്നത്, ഭരണഘടനയുടെ 25-ാം വകുപ്പ് വ്യക്തികൾക്ക് സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. അതോടൊപ്പം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം പൊതുവ്യവസ്ഥയ്ക്കും സദാചാരത്തിനും ആരോഗ്യത്തിനും വിധേയമായിക്കൊണ്ട് ഉറപ്പാക്കുന്നു. ഏതൊരാൾക്കും അയാൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, അതനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാം, ആ മതം പ്രചരിപ്പിക്കാം. ഇതിനൊക്കെയുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നൽകുന്നുണ്ട്. ഇനി 26 നമ്മൾ പരിശോധിച്ചാൽ 26-ാം വകുപ്പ് പൊതുവ്യവസ്ഥ, സദാചാരം, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ഉറപ്പാക്കുന്നു. റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ, മതപരമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ഇനി 27 നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കരുത് എന്നുള്ളതാണ്. നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു പേ ടാക്സ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ. ആർട്ടിക്കിൾ 27 പറയുന്നത് ഒരാളിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള നികുതി പണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 27 പറയുന്നു. ഇനി 28 നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്, ആർട്ടിക്കിൾ 28 പ്രൊഹിബിറ്റ്സ് ഇംപാർട്ടിംഗ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതം പ്രചരിപ്പിക്കാൻ പാടില്ല. ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മതം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ് നമ്മൾ പറഞ്ഞു. ഒരു മതേതരത്വ രാജ്യം ഏതൊക്കെ ആർട്ടിക്കിളുകളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്? ഫ്രീഡം ഓഫ് റിലീജിയൻസ് എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് നമുക്ക് ആർട്ടിക്കിൾ 25, 26, 27, 28 ഈ അവകാശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്, 5-ാമത്തെ മൗലിക അവകാശമാണ് പരിശോധിക്കാൻ പോകുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം.
ആർട്ടിക്കിൾ 29 ആൻഡ് 30 29-30 ആർട്ടിക്കിളുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 29-നകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് പറയുന്നത് ആർട്ടിക്കിൾ 29 ഗ്യാരണ്ടീസ് ഇക്വാളിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രവേശനം ലഭിക്കുന്നതിനുള്ള തുല്യമായ അവസരം. ആർട്ടിക്കിൾ 29 തന്നെ മറ്റൊന്ന് പറയുന്നത് എനി സെക്ഷൻ ഓഫ് സിറ്റിസൺ റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് thereof and having a distinct language, script of culture of its own shall have the right to conserve the same. ഇന്ത്യയുടെ ഭൂപരിധിക്കുള്ളിൽ ഏതെങ്കിലും പ്രദേശത്ത് താമസിക്കുന്ന വ്യത്യസ്തമായ ഭാഷയും ആചാരവും അനുഷ്ഠാനങ്ങളുമുള്ള ഏതൊരു വിഭാഗക്കാർക്കും ഏതൊരു പൗരന്മാർക്കും അവരുടെ തനിമ നിലനിർത്താനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. കൾച്ചറൽ റൈറ്റ്. അവരുടെ സംസ്കാരവും ഭാഷ, വേഷം ഇതൊക്കെ അതേ രീതിയിൽ തുടർന്ന് പോകാനുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുമെന്നും 29 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 30 നമ്മൾ പരിശോധിച്ചാൽ 30 പറയുന്നത് ഭരണഘടനയുടെ 30-ാം അനുച്ഛേദം പറയുന്നത് മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഭരണഘടനയുടെ 30-ാം വകുപ്പ് നൽകുന്നു. ബനാറസ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഭരണഘടനാ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാം. ആർട്ടിക്കിൾ 30 ഗ്യാരണ്ടീസ് ടു ഓൾ മൈനോറിറ്റീസ് വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. ആർട്ടിക്കിൾ 29-30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ഇനി ലാസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. എ റൈറ്റ് വിത്തൗട്ട് എ റെമഡി ഫോർ ഇറ്റ്സ് എൻഫോഴ്സ്മെൻറ്റ് ഈസ് മീനിങ്ലെസ്. കുറേ അവകാശങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. പരിഹാരം ഇല്ലാത്ത അവകാശങ്ങളാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത തരത്തിലാണെങ്കിൽ അവകാശങ്ങൾ അർത്ഥശൂന്യമാവും. അതുകൊണ്ട് തന്നെ ഭരണഘടന ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ 6-ാമത്തെ അവകാശമായി ചേർത്തിരിക്കുന്നത് ബാക്കിയുള്ള അവകാശങ്ങൾ ലഭിക്കാനുള്ള അവകാശം. അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 32 ആൻഡ് 226 empowers the Supreme Court and High Courts respectively to issue orders or writs for the enforcement of fundamental rights. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം ആർട്ടിക്കിൾ അനുസരിച്ച് ഹൈക്കോടതിക്കും ഭരണഘടന പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനുള്ള അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഇഷ്യൂയിങ് റിട്സ്, ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമാണ് നൽകിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയുള്ള ഉത്തരവാണ്? ആർക്കെങ്കിലും മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് അത് തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അപ്പം ഇതാണ് പ്രധാനമായും 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇവിടെ റിട്സുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. റിട്ടുകൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യമായി വരാറുള്ള ഒരു സംഭവമാണ്. എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് റിട്സ്, വാട്ട് ആർ ദേ? അപ്പോൾ റിട്ടുകൾ എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിക്കും ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമാണ്. എന്തിനുള്ള ഉത്തരവുകളാണ്? ആരുടെയെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് ലഭിക്കുന്നതിനാവശ്യമായ ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശത്തെയാണ് റിട്ട് എന്ന് പറയുന്നത്. ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ദ ഹൈ കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ 226 ഹാസ് ദ പവർ ടു ഇഷ്യൂ ഡയറക്ഷൻ ഓർ ഓർഡേഴ്സ് ഓർ റിട്സ്. ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമുണ്ട്. റിട്ടുകൾ പ്രധാനമായും 5 തരത്തിലാണുള്ളത്.
5 റിട്ടുകളാണുള്ളത്. അതിലൊന്നാമത്തേത് ഹെബിയാസ് കോർപ്പസ്, രണ്ടാമത്തേത് മാൻഡമസ്, മൂന്നാമത്തേത് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, നാലാമത്തേത് സെർഷിയോററി, 5 കോ വാറണ്ടോ. ഇതാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ. നമുക്ക് ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. ഹെബിയാസ് കോർപ്പസ്. ഹെബിയാസ് കോർപ്പസ് എന്ന ഈ പദം തന്നെ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ലാറ്റിൻ പദത്തിലെ ടു ഹാവ് ദ ബോഡി എന്നാണ് ഈ ഹെബിയാസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം. ടു ഹാവ് ദ ബോഡി, ശരീരം ഹാജരാക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ശരീരം ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് ഹെബിയാസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഓർഡർ ബൈ ദി സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ഡീറ്റെയിനിങ് അതോറിറ്റി ടു പ്രൊഡ്യൂസ് ദ ഡീറ്റെയിൻഡ് പേഴ്സൺ ബിഫോർ ദ കോർട്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി ഇറക്കുന്ന ഉത്തരവിനാണ് ഹെബിയാസ് കോർപ്പസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന പദത്തിന് ലാറ്റിൻ ഭാഷയിൽ കമാൻഡ് എന്നാണ് അർത്ഥം, കൽപ്പന എന്നാണ് അർത്ഥം. തൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു കാര്യം നടത്താൻ അതിന് നിയമപരമായി ബാധ്യസ്ഥനായ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ, അതുവഴി സ്വകാര്യ അവകാശങ്ങൾ തടയപ്പെടുന്നുവെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുന്ന കോടതി നൽകുന്ന കൽപ്പനയാണിത്. It is an order from the Supreme Court or High Court to a public authority to perform an act which falls within its duty. It is issued to secure the performance of public duties and enforce private rights withheld by public authority. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും അവകാശങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. തേർഡ് വൺ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ആണ്, നിരോധന ഉത്തരവ്. അധികാരത്തിൽ പെടാത്ത ഒരു കാര്യം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി കോടതി കൊടുക്കുന്ന ഉത്തരവാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ റിട്ട് issued by Supreme Court or High Court to lower court or a tribunal forbidding performing an act outside its jurisdiction. It lies only against a body exercising public function of a judicial or quasi-judicial character. ചെയ്യാൻ പാടില്ലാത്ത അധികാരപരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുന്ന ഏജൻസിക്കാണ് ഇത്തരമൊരു റിട്ട് കൊടുക്കുന്നത്. തേർഡ് റിട്ട് എന്ന് പറയുന്നത് കോ വാറണ്ടോ ആണ്. കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുള്ള അധികാരം, അല്ലെങ്കിൽ എന്ത് അധികാരത്തിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ലെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം അയാൾ ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിനാണ് കോ വാറണ്ടോ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ദിസ് ഇസ് എ റിട്ട് issued by the Supreme Court or High Court requesting the records of a case. It's a writ issued with a view to restrain a person from acting in public offences to which he is not entitled. This writ is available only in respect of ഓഫീസസ് ഓഫ് എ പബ്ലിക് നേച്ചർ. ഓഫീസുകളിലേക്കാണ് ഇത്തരം റിട്ട് ചെല്ലുന്നത്. ഇനി അടുത്തത് സെർഷിയോററി ആണ്. കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് അവിടെ വിചാരണയിലിരിക്കുന്ന കേസിൻ്റെ രേഖകൾ ഉന്നത അധികാരിക്കോ ഉന്നത കോടതിയിലേക്കോ കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഉത്തരവിനെയാണ് സെർഷിയോററി എന്ന് പറയുന്നത്. This is a writ issued by Supreme Court or High Court requesting the records of a case tried in a lower court. It is to quash or cancel an order which has been made without jurisdiction. It requires that the matter in a lower court be brought before a superior court so that the later may deal with it. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള റിട്ടുകൾ. പരീക്ഷയ്ക്ക് പലപ്പോഴും റിട്ടുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതിൽ ഹെബിയാസ് കോർപ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് റിട്ട്, വാട്ട് ആർ ദേ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നന്നായി പഠിക്കണം. റിട്ടുകൾ ഹെബിയാസ് കോർപ്പസ്, മാൻഡമസ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷിയോററി, ഓരോന്നും എന്താണ് എന്ന് തന്നെ വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക ചുമതലകളെ കുറിച്ചുകൂടി ഇവിടെ പറയാം.
മഹാത്മാ ഗാന്ധി, ദ ഫാദർ ഓഫ് നാഷൻ, ഹാസ് ആൾവേസ് ലെയ്ഡ് ഗ്രേറ്റ് എംഫസിസ് ഓൺ ഡ്യൂട്ടീസ്. മൗലിക ചുമതലകളെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി. ദ കറാച്ചി സെഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് 1930 ഇൻട്രൊഡ്യൂസ്ഡ് ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. 1931 കറാച്ചിയിൽ, ഇന്നത്തെ പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് മൗലിക ചുമതലകളെക്കുറിച്ച് ആദ്യമായി ഒരു ധാരണയിലെത്തുന്നത്. പക്ഷേ സ്വതന്ത്രം കിട്ടിയപ്പം അതിനകത്ത് ഈ മൗലിക ചുമതലകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്വരൺസിൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് പിന്നീട് മൗലിക ചുമതലകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളത്. ദ 42 അമെൻമെൻറ്റ് ആക്ട് in 1976 introduced Part 4 which consists of Article 51A. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 പാർട്ട് 4 51A ആർട്ടിക്കിളിൽ മൗലിക ചുമതലകൾ ചേർത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മൗലിക ചുമതലകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, to abide by the Constitution and respect its ideals and institutions, the national flag and the national anthem. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളായിട്ടുള്ള ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയോട് നമ്മൾ കൂറു പുലർത്തിയിരിക്കണം. ആ ആദർശങ്ങളെയും ചിഹ്നങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എന്നതാണ് ഒന്നാമത്തെ മൗലിക ചുമതല. സെക്കൻഡ് വൺ, to cherish and follow the noble ideals which inspired our national struggle for freedom. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിലേക്കായി ആവശ്യമെങ്കിൽ സൈനിക സേവനം ചെയ്യുവാൻ പൗരന്മാരായ നമ്മൾ തയ്യാറാവണം. നാലാമത്തേത്, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള കടമ ഓരോ പൗരനും ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തേത്, മതം, ഭാഷ, പ്രദേശം എന്നീ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പൊതുനന്മയും സാഹോദര്യവും ലക്ഷ്യമാക്കിയായിരിക്കണം. പ്രാദേശികവാദവും മതവിദ്വേഷവും യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. രാജ്യത്തെ ശിഥിലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. അടുത്തത്, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള കടമ എല്ലാ പൗരന്മാർക്കുമുണ്ട്. മതം, ഭാഷ, പ്രദേശം എന്നീ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനതയുടെ പൊതു നന്മയും സാഹോദര്യവും ലക്ഷ്യമാക്കിയായിരിക്കണം. അടുത്തത്, ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും മൂല്യങ്ങളും പാലിക്കേണ്ട കടമ എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തുകളായ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ മുതലായവയെ സംരക്ഷിക്കുകയും അവയുടെ പുരോഗതിക്കായി യത്നിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ശാസ്ത്രത്വരയും മാനവികതയും വികസിപ്പിച്ചെടുക്കണം. പരമ്പരാഗതമായി പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവ കൂടുതൽ ജനകീയവൽക്കരിക്കുവാൻ ശ്രമിക്കണം. അടുത്തത്, പൗരന്മാർ പൊതുജീവിതത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൊതുസ്വത്തും സംരക്ഷിക്കണം. അക്രമത്തിലൂടെ പൊതുസ്വത്ത് നശിപ്പിക്കുന്നവർ ശിക്ഷാർഹമായിരിക്കും. അവസാനമായി കൊടുത്തിട്ടുള്ളത്, വ്യക്തി താൽപ്പര്യങ്ങളെക്കാൾ ദേശീയ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയായിരിക്കണം പൗരന്മാരെല്ലാം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. To uphold and protect the sovereignty, unity and integrity of India. Next one, to defend the country and render national services when called upon to do so. Next, to promote harmony and the spirit of common brotherhood amongst all people of India, transcending religion, linguistic and regional or sectional diversities. To renounce the practice derogatory to the dignity of a woman. Next, to value and preserve the rich heritage of our composite culture. Next, to protect and improve the natural environment including forests, lakes, rivers and wildlife, and to have compassion for living creatures. Next, to develop the scientific temper, humanism and spirit of inquiry and reform. Next, to safeguard public property and to adjure violence.
Next, to strive towards excellence in all spheres of individual and collective activity so that the nation constantly rise to higher levels of endeavor and achievements. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൗലിക ചുമതലകൾ എന്ന് പറയുന്നത്. ഈ ചുമതലകൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 23 മുതൽ 32 വരെയുള്ള മൗലിക അവകാശങ്ങളും അതേപോലെ മൗലിക ചുമതലകളെക്കുറിച്ചുമാണ്. ഇപ്പോൾ 2 ഹോംവർക്കുകൾ ഇവിടെ ഉണ്ട്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രധാനമായും 2 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ എ ടേബിൾ വിച്ച് ഷോസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കാണിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആർട്ടിക്കിൾ 12 മുതൽ 14 to 22 വരെയാണ് നമ്മൾ എഴുതിയത്. ബാക്കി 23 മുതൽ 32 വരെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ പട്ടിക പൂർത്തിയാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു 5 or 6 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂടി അതിനകത്ത് എഴുതുക. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.